ക്വസ്റ്റ്യൻ നോക്കൂ. MN, PR, T, W, F and H are sitting around a circle facing at the center. അപ്പൊ 8 പേരുണ്ട്. ഈ 8 പേര് എങ്ങോട്ടാ ഫേസ് ചെയ്യുന്നത്? സെന്ററിലോട്ടാണ്. നമ്മൾ സർക്കിൾ ഒന്നും വരക്കുന്നില്ല, പകരം വളരെ എളുപ്പത്തിന് ഒരു സ്റ്റാർ വരച്ചു. 8 പേര് നമ്മളിവിടെ അറേഞ്ച് ചെയ്യാൻ പോവാണ്. നോക്കാം. ആദ്യത്തെ എന്താ പറഞ്ഞത്? P is third to the left of M and second to the right of T. P പറയുന്നത് എമ്മിന്റെ തേർഡ് ലെഫ്റ്റ് ആണ്, അതുപോലെ ടിയുടെ സെക്കൻഡ് റൈറ്റ് ആണ്. അപ്പൊ ഞാനിതാ എമ്മിനെ ഇവിടെ പോസ്റ്റ് ചെയ്തു. എമ്മിന്റെ തേർഡ് ലെഫ്റ്റ് ആരുണ്ട്? പി ഉണ്ട്. അതുപോലെ പി എന്താണ്? ടിയുടെ സെക്കൻഡ് റൈറ്റ് ആണ്. അപ്പോൾ ടി എന്ത് വരാം? നമുക്ക് ഇവിടെയും കൊടുക്കാം. അടുത്ത പോയിന്റ് നോക്കൂ. N is second to the right of P. പിയുടെ സെക്കൻഡ് റൈറ്റ് ആരുണ്ട്? N ഉണ്ട്. 1, 2. N ഇവിടെ കൊടുത്തു. അടുത്തത് R is second to the right of W, who is second to the right of M. R എന്താണ്? W-ന്റെ സെക്കൻഡ് റൈറ്റ് ആണ്. അപ്പൊ W എന്താണ്? W എമ്മിന്റെയും സെക്കൻഡ് റൈറ്റ് ആണ്. അപ്പൊ എം ഇവിടെ കൊടുത്തു. എമ്മിന്റെ സെക്കൻഡ് റൈറ്റ് ആരുണ്ട്? W ഉണ്ട്. W-ന്റെ സെക്കൻഡ് റൈറ്റ് ആരുണ്ട്? R ഉണ്ട്. ഓക്കെ. ദെൻ F is not an immediate neighbor of P. F എന്തല്ല? P-യുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ അല്ല. നമുക്കറിയാം F-നെ 2 സ്ഥലത്ത് കൊടുക്കാം. ഇവിടെയും കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. ഇവിടെ കൊടുത്താൽ എന്തായി? F P-യുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആയി. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? F നെയ്ബർ ആവരുത് എന്നാ. അപ്പൊ F ഇവിടെ വരും. ബാക്കി ബാലൻസ് വരുന്ന ഒരാളുണ്ടല്ലോ, H ഇവിടെയും വരും. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 1. Who is to the immediate right of P? P-യുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആരാണ്? P ഇവിടെ ഉണ്ട്. P-യുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആരാളുള്ളത്? H. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Who is to the immediate right of H? H-ന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആരാണ്? ദാ H ഇവിടെ ഉണ്ട്. H-ന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് N ഉണ്ട്. നമ്മുടെ ആൻസർ എന്താണ്? നൺ ഓഫ് ദീസ് ആണ്. ക്വസ്റ്റ്യൻ 3. Who is to the immediate left of R? R-ന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആര്? ദാ R ഇവിടെ ഉണ്ട്. R-ന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആരാണ്? T ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. Who is third to the right of H? H-ന്റെ തേർഡ് റൈറ്റ്. H എവിടെയാ? ദാ ഇവിടെ. H-ന്റെ തേർഡ് റൈറ്റ് 1, 2, 3 ആരാണ്? F ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. Who is second to the right of F? F-ന്റെ സെക്കൻഡ് റൈറ്റ് ആരാണ്? 1, 2 ആരാണ്? T ആണ്. അപ്പൊ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് 5 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം, 5 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും.